അല്പം ഒരു തിരിയുള്ള ഒരു ഇടുത്തൊരിപ്പം കുറച്ചോട്ടോ, ചെറിയ ഒരു ഡിലേ ഇല്ലേ, അല്പം കുറച്ച് വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിലുണ്ടെങ്കിൽ ഞാൻ പറയാം, കുഴപ്പമില്ല. ചായ ഒക്കെ കുടിച്ചാ ഇതിപ്പോ ചായ കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് വെക്കും, കുഴപ്പമൊന്നുമില്ല. മൈക്ക് സെറ്റുകാർക്ക് വലിയ ബേജാറ്, കുഴപ്പമൊന്നുമില്ല. അല്ലാഹു അവർക്ക് ഹൈറും ബറക്കത്തും ചൊരിയുമാറാകട്ടെ. എല്ലാവരും അവസാനം വരെ ഇരിക്കൂലേ? ഇനി സ്വലാത്തും പറഞ്ഞ് പിരിയൂ എന്ന് നിയത്ത് ചെയ്യുന്നവർ കൈവക്കിക്കും. ഇൻഷാ അല്ലാഹ് പറയാൻ എല്ലാവരെ കൊണ്ടും പറ്റും, ഇൻഷാ അല്ലാഹ് പറയാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എല്ലാ മുസ്ലിമീനെ കൊണ്ടും പറ്റും. ആരെ കൊണ്ട് വിചാരിച്ചാൽ എത്ര വട്ടം വേണമെങ്കിലും പറയാം. പക്ഷെ മരിക്കണ സമയത്ത് ഒരു പ്രാവശ്യം പറയണമെങ്കിൽ അത് അള്ളാഹു കരുണ ചെയ്തവർക്കേ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ഈ സദസ്സിന്റെ അവസാനം വരെ ഇരിക്കാൻ തീരുമാനിച്ച നമ്മുടെ അവസാനം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് വേറൊന്നും പറഞ്ഞു തരാനില്ല. ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ വയലുകൾക്കൊന്നും ഒരു കുറവുമില്ല. നിങ്ങളൊക്കെ വയല് കേട്ടിട്ടൊരു വയല് പറയാനുള്ള അറിവ് നിങ്ങൾക്കുണ്ട്. ഇപ്പൊ ഒരു ഉസ്താദ് വയല് പറയുന്ന ഉസ്താദ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കയറിയിരുന്ന് പറയാം. ഇത്തിരി ഈണവും ശൈലിയൊന്നും ഇല്ലാന്നേ ഉള്ളൂ. എല്ലാവർക്കും വയല് പറയാനറിയാം. ഏത് മൊബൈൽ എടുത്ത് നോക്കിയാലും വയലില്ലാത്ത ഒരു മൊബൈൽ ഒരാണിന്റെയും പെണ്ണിന്റെയും കൈ കാണില്ല. എല്ലാവരുടെയും വയല് മൊബൈലിലും വയലാ. അപ്പൊ വയലുകൾക്ക് കുറവൊന്നുമില്ല. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? എനിക്ക് പറഞ്ഞു തരാൻ ഒരേ ഒരു ദിക്റ് മാത്രമേ ഉള്ളൂ. ഒരേ ഒരു ദിക്റ് ദുആയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? നീ ഇന്ന് രാത്രി അങ്ങ് മരിച്ചാൽ നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒറ്റ പ്രതിഫലമേ ഉള്ളൂ. ഈ ദിക്റ് പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് പിരിഞ്ഞു, നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിന്റെ കണ്ണടഞ്ഞാ ഏതാ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്? നമ്മളിങ്ങനെ ജനിച്ചു വളർന്ന നമ്മുടെ വീട് അതാണ് അള്ളാഹുവിന്റെ സ്വർഗം. അതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ വീട്. അവിടെയായിരുന്നു നമ്മുടെ വാപ്പയും ഉമ്മയും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു, ആദം നബി അലൈഹിസ്സലാമിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരെയും സൃഷ്ടിച്ചിട്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുമ്പോ അവിടെന്ന് പറഞ്ഞു, യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ആദം നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന സമയത്ത് അവരോട് അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? ആദമേ, ഈ കാണുന്ന സ്വർഗത്തിൽ കിടന്ന് എന്ത് വേണമെങ്കിലും തിന്നോ, എന്ത് വേണമെങ്കിലും കുടിച്ചോ, എന്ത് വേണമെങ്കിലും പ്രവർത്തിച്ചോ, നീയും നിന്റെ ഭാര്യയും ഈ സ്വർഗം മുഴുവനും ആസ്വദിച്ചു കൊണ്ട് നടന്നോ. പക്ഷേ ലാ തഖറബാ ഹാദിഹി ശജറ, ആ കാണുന്ന ഒരേ ഒരു മരമുണ്ടല്ലോ ആദമേ, ഒരേ ഒരു മരമുണ്ടല്ലോ, അതിന്റെ അടുക്കൽ പോകല്ലേ, അതിന്റെ പഴങ്ങൾ മാത്രം നീ തിന്നല്ലേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ആദം നബിയോടും ഹവ്വാ ബീവിയോടും പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം നമ്മുടെ വാപ്പയും ഉമ്മയും അല്ലാഹു കടിക്കരുതെന്ന് പറഞ്ഞ മരത്തിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ടതിന്റെ പഴം കഴിച്ചപ്പോ അല്ലാഹു രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാ. അതാ ചരിത്രം പറയുന്നു, ഉടുതുണി പോലും കൊടുത്തില്ല അല്ലാഹുവേ, സ്വർഗ വസ്ത്രം പോലും കൊടുത്തില്ല. ആദം നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താകുകയാ. ആദം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ടാ ഇറങ്ങി വരുന്നത്. നിറകണ്ണുകളോട് പടച്ചവനെ ജനിച്ചു വളർന്ന തന്റെ കുടുംബ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നതെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആദം നബി അതാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അവിടെ നിന്ന് തിരിഞ്ഞു നിന്ന് അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹ്,
ഇതിലേക്കൊരു മടക്കമില്ലേ പടച്ചവന്? ഇനി എങ്ങനെയാ പടച്ചവന് ഈ സ്വർഗത്തിലേക്ക് മടങ്ങി വരുന്നത്? എങ്ങനെയാണ്? വല്ല വഴിയുമുണ്ടോ പടച്ചവന് എന്ന് പൊട്ടിക്കരന്നുകൊണ്ട് ആദം നബി അല്ലാഹുവിനോട് ചോദിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഈ പാതിരാത്രി വാലിന്റെ സദസ്സിൽ കടന്നു വന്ന പടച്ചവനെ ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം എന്തെന്നറിയുമോ? വഅദ് കേൾക്കലല്ല, വഅദ് പറയുന്നത് ഈ പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ അഭിലാഷം എന്തെന്നറിയുമോ? നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും ഖുർആൻ ഓതിയാലും ദിക്റുകൾ പറഞ്ഞാൽ 1 രൂപ പാപപ്പെട്ടവന് കൊടുത്താൽ 1 മണിക്കൂർ ഈ വഅദിന്റെ സദസ്സിലിരുന്നാൽ ഇവിടെ ഇരിക്കുന്നതിന് പകരം ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്നത് പടച്ചറപ്പേ സ്വർഗ്ഗം തരണേ അല്ലാ, ഇതിന് പകരം സ്വർഗ്ഗം തരണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാ സ്വർഗ്ഗം തരണേ തമ്പുരാനെ, സ്വർഗ്ഗം തരണേ തമ്പുരാനെ. എല്ലാവരും സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പടച്ചവനോട് ദുആ ചെയ്യുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അമലുകൾ കൊണ്ട് നമുക്കതിലേക്ക് കടക്കാൻ കഴിയില്ല. നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ അമലുകൾ കൊണ്ട്, എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മം കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നിസ്കരിച്ച ഏതോ ഒരു വഖത്ത് നമസ്കാരം 10 വയസ്സ് മുതൽ 50ഉം 60ഉം വയസ്സ് വരെ പ്രായമുള്ള വാപ്പമാരി സദസ്സിലിരിപ്പുണ്ടല്ലോ. ഓർമ്മ വെച്ച കാലം മുതലേ നിസ്കരിക്കുന്നവനല്ലേ വാപ്പ? ഓർമ്മ വെച്ച കാലം മുതലേ നിസ്കരിക്കുന്നവരാ. ഈ 50 കൊല്ലം നിസ്കരിച്ച നിന്റെ നിസ്കാരത്തിൽ 1 വഖത്ത് നമസ്കാരമെങ്കിലും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാ. ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഉസ്താദേ, ഇന്ന ദിവസത്തെ നിസ്കാരമുണ്ടല്ലോ, സ്വന്തം അമ്മയുടെ മയ്യത്തിവിടത്തെ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് കബറടക്കിയിട്ട് തിരിച്ചു വരുമ്പോഴാ പള്ളിക്കകത്തെ ളുഹർ നമസ്കാരം നടക്കുന്നത്. ആ നടക്കുന്ന ളുഹർ നമസ്കാരത്തിൽ ഉമ്മയുടെ ശരീരം കൊണ്ട് മനസ്സില്ല മനസ്സോട് കബറിനകത്ത് ഇറക്കി വെച്ചിട്ട് ഹൃദയം പൊട്ടുന്ന വേദനയോട് പള്ളിക്കകത്ത് കയറിയറ്റ പടച്ചറപ്പിന്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ച ആ 4 റക്അത്ത് നമസ്കാരമെങ്കിലും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ഈമാൻ നമുക്കുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനും കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, അമലുകൾ കൊണ്ട് നമുക്ക് സ്വർഗത്തിലെത്താൻ ചിലപ്പോൾ കഴിയില്ല. സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നിസ്കരിച്ച ഏതെങ്കിലും ഒരു വഖത്ത് അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാനുള്ള ഈമാൻ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ മനുഷ്യന്മാരെ? അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ ആർക്കെങ്കിലും? ഉസ്താദെ, ഇന്ന ദിവസം ഞാൻ നിസ്കരിച്ച 1 വഖത്ത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. കാരണം കഴിയില്ല മനുഷ്യന്മാരെ. നമ്മുടെ നീയത്ത് എന്താന്ന് അല്ലാഹുവിനെ അറിയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലാഹുവിന്റെ മുന്നിലെത്തണമെങ്കിൽ 7 കവാടങ്ങളിലും ഓരോ മലക്കുണ്ട്. അവരങ്ങോട്ട് ഈ സുബ്ഹാനല്ലാഹ് അവിടെ ചെല്ലുമ്പോൾ ടെസ്റ്റ് ചെയ്യും. 1 കവാടത്തിൽ നിന്ന് ടെസ്റ്റ് ചെയ്യും. വിജയിച്ച 2, 3, 4, 5, 6, 7 ആകാശത്തിലും മലക്കുകൾ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ 2 പ്രാവശ്യം വീണ്ടും 2 മലക്കുകൾ ടെസ്റ്റ് ചെയ്യും. അവസാനം 10ാമതേ അല്ലാഹുവിന്റെ മുന്നിൽ ഇവിടെ ഇരുന്ന് പറഞ്ഞ ഞാനൊരു സുബ്ഹാനല്ലാഹ് എത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെയൊക്കെ മലകൾ മുഴുവനും 1ാം ആകാശത്തിൽ ചെല്ലുമ്പോഴേ മലക്കെടുത്ത് മുഖത്തേക്ക് എറിയ ആർക്ക് വേണ്ടടാ? നിന്റെ അമൽ ആർക്ക് വേണം? അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയണമെന്നില്ല. അപ്പൊ പിന്നെ ആരെങ്കിലും തരാന്ന് പറഞ്ഞാലെങ്കിലും വേടിക്കണ്ടേ? എന്ത് പെണ്ണുമ്പിള്ള എടുത്ത് പിണങ്ങിയിരിക്കണവരിക്കണത്? ഒരു മനുഷ്യൻ പറയാ സ്വർഗം ഞാൻ തരാന്ന് പറഞ്ഞാ വേടിക്കണ്ടേ? വേടിക്കണോ ഇല്ലേ? നേരെ ഇരുന്നേ, എല്ലാരും നേരെ ഇരുന്നേ. ഇതിലെ ഗർഭിണി പെണ്ണ് പ്രസവിക്കാതിരിക്കണവരിക്കുന്നത് നേരെ ഇരിക്കുക. ഇത് കണ്ടാൽ തന്നെ സ്വർഗം പറയാൻ തോന്നില്ല. ഒരാള് പറയാ ഞാൻ സ്വർഗം തരാം, നിന്നെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ അപ്പൊ വേടിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണ്ടേ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കു പറയട്ടെ. ആരാ നമുക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞേ? ആരാ സ്വർഗം തരാമെന്ന് പറഞ്ഞേ?
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആർക്കാ സ്വർഗം വേണ്ടത്? നിങ്ങളിൽ ആർക്കാണ് സ്വർഗം വേണ്ടത്? സ്വർഗം ഞാൻ തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. നമ്മുടെ തറവാട്ടിലേക്ക് കടന്നു പോകാ, നമ്മുടെ തറവാട്ടിലേക്ക് കടന്നു പോകാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു വഴി പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ ഈന്തപ്പന പോലകൾ കൊണ്ട് നെയ്തിരിക്കുന്ന തന്റെ കുടിലിനകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനതാ അല്ലാഹുവേ തഹജ്ജുദിന്റെ സമയമെത്തിയപ്പോ രാത്രി നിസ്കരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. പ്രവാചകൻ പടച്ചവനെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാ. ഉളുവെടുക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാ. അല്ലാഹുവേ, വല്ലാത്ത തണുപ്പാണ്, വല്ലാത്ത തണുപ്പാട്. ശരീരം അല്ലാഹുവേ വിറക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലൊരു ചിന്ത വന്നു, പച്ചവെള്ളത്തിൽ ഒതുവെടുക്കാൻ കഴിയില്ലല്ലോ പടച്ചവരെ, വല്ലാത്ത തണുപ്പാണല്ലോ. അല്പം ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ ആ ചൂടുവെള്ളത്തിൽ ഒതുവെടുത്തിട്ട് നിസ്കരിക്കാമായിരുന്നല്ല പടച്ചവര്. അല്പം ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമാകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത കടന്നു വരുമ്പോ അതാ ഒരു സഹാബി കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടിലിന്റെ മുന്നിൽ പാതിരാത്രി ഒരു ചെറുപ്പക്കാരെ കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതാ നബിയേ ചൂടുവെള്ളം. ഒരു പാത്രത്തിലെ പാതിരാത്രി ചൂടുവെള്ളം കൊണ്ട് വന്നിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് നീട്ടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയി. അല്ലാഹുവേ, എന്നോടെന്ത് സ്നേഹമാ അല്ലാ, ഈ ചെറുപ്പക്കാരന് എന്നോടെന്ത് സ്നേഹമാണ്. ഈ തണുപ്പുള്ള രാത്രിയിൽ ഈ മക്കാര് മുഴുവനും കടന്നിറങ്ങുമ്പോ, ഈ നാട്ടുകാര് മുഴുവനും കടന്നിറങ്ങുമ്പോ എന്നെയും കാത്തു വെള്ളവും കൊണ്ട് വീടിന്റെ വെളിയിൽ കാത്തു നിന്ന ചെറുപ്പക്കാരൻ ഇവൻ എന്ത് കൊടുക്കാനാ പടച്ചവരെ? ഈ സ്നേഹത്തിന് എന്താണ് ഞാൻ പകരം കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിക്കുകയാ. ആരെന്നറിയുമോ? മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു. മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, റബീഅ, എന്ത് വേണമെങ്കിലും ചോദിക്കടാ പൊന്നുമോനെ, ഇന്ന് നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ. നിനക്കെന്തേ വേണ്ടത്? നിനക്കെന്തേ വേണ്ടത്? ഇന്നെന്നോട് എന്ത് ചോദിച്ചാലും തരാമെന്ന് പറയുമ്പോ മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എന്തേ ചോദിച്ചതെന്നറിയുമോ? എന്തേ ചോദിച്ചതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം വേണം നബിയേ, എനിക്ക് സ്വർഗം വേണം നബിയേ. നാളെ അങ്ങയുടെ കൂടെ, നാളെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം നബിയേ. എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ. ആരാ ചോദിച്ചതെന്നറിയുമോ? ആരാണ് റബീഅ എന്നറിയുമോ? മസ്ജിദുൻ നബവിയുടെ വെളിയിൽ കിടക്കുന്ന സഹാബിയാ. ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു ജോഡി വസ്ത്രമില്ല. പടച്ചറപ്പ്, ആരെങ്കിലും ഒരു ദിവസത്തില് അല്ലാഹുവേ 3 നേരം പോയിട്ട് 1 നേരം പോലും ഭക്ഷണം കൊടുക്കാറില്ലാത്തവരാ. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താലോ, ഏതെങ്കിലും ഒരു സഹാബി ഭക്ഷണം കൊണ്ട് കൊടുത്താലേ തിന്നാനുള്ളൂ. ഈ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. അവിടെ നിന്ന് പറയുന്ന, നബിയേ, എനിക്ക് പണം വേണ്ട നബിയേ, എനിക്ക് അധികാരം വേണ്ട നബിയേ, എനിക്ക് ഭക്ഷണം വേണ്ട നബിയേ, എനിക്ക് കേറി കിടക്കാ വീട് വേണ്ട നബിയേ, എനിക്കെന്തേ വേണ്ടതെന്നറിയുമോ? യാ റസൂലല്ലാഹ്,
എനിക്ക് സ്വർഗം വേണം നബിയേ, എനിക്ക് സ്വർഗം വേണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തും കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, റബിയ സ്വർഗം ഞാൻ നിനക്ക് തരാ റബിയ, സ്വർഗം നിനക്ക് ഞാൻ തരാ റബിയ. പക്ഷേ നീ എന്നെ ഒന്ന് സഹായിക്കണേ, നീ എന്നെ ഒന്ന് സഹായിക്കണേ. റബിയ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എങ്ങനെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇൽമനുലി സിത്തം മിൻ അൻഫുസികും അൽമനു ലകുമുൽ ജന്ന. ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. പാതിരാത്രി അല്ലാഹുവിന്റെ റസൂൽ ഉളുവെടുക്കാൻ വീടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോ ആ തണുപ്പുള്ള രാത്രിയിൽ കയ്യിൽ വെള്ളവും വെച്ചുകൊണ്ടൊരു അനുചരൻ നിൽക്കുക, ഒരു ചെറുപ്പക്കാരൻ. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സങ്കടം തോന്നി. പ്രശ്നം എന്ത് സ്നേഹമല്ല, എന്നോട് എന്ത് സ്നേഹമായി ചെറുപ്പക്കാരൻ. മോനെ എന്ത് വേണോടാ ചോദിച്ചു, എന്ത് വേണമെങ്കിലും ചോദിക്കു തരാം. അങ്ങനെ ചില അവസരങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ പറഞ്ഞു, നബിയേ എനിക്കൊന്നും വേണ്ട, സ്വർഗം മതി. നാളെ ഇതുപോലെ സ്വർഗത്തിൽ ഇരിക്കണം നബി, ഇതുപോലെ അടുത്ത് നാളെ സ്വർഗത്തിൽ ഇരിക്കണം, എനിക്ക് സ്വർഗം വേണം. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ തരാം, എന്നെ സഹായിച്ചാൽ നിനക്ക് സ്വർഗം തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആർക്കെങ്കിലും സ്വർഗം വേണോ, ആർക്കെങ്കിലും സ്വർഗം വേണോ, 6 കാര്യങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ച അവന് സ്വർഗം അല്ലാഹുവിന്റെ റസൂല് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്കത് വാങ്ങാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. ഒന്ന് പരിശ്രമിച്ചൂടെ, ഒന്ന് പരിശ്രമിച്ചൂടെ മനുഷ്യന്മാരെ? 6 കാര്യം ഞാൻ പറഞ്ഞു തരാം. നിസ്സാരമാണ്, തലകുത്തി മറിയേണ്ട കാര്യമൊന്നുമല്ല. നമ്മൾ നിസ്സാരമായി തെള്ളിക്കളയുന്ന ചില കാര്യങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് സൂക്ഷിച്ചൂടെ, സൂക്ഷിച്ചൂടെ? അയ്യോ സൂക്ഷിച്ചൂടെ? ഒന്ന് പറ മനുഷ്യന്മാരെ, ഇൻഷാ അല്ലാഹ് ഉറക്കെ പറ. അല്ലാഹുവേ, ഈ സദസ്സിലിരുന്ന് കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവൻ. ഇനി പറ ഇൻഷാ അല്ലാഹ്. പോരാ, അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകും. മരണമെത്തി എന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങിയിരുന്ന് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. അങ്ങനെ അറിയാൻ പറ്റും, അങ്ങനെ അറിയാൻ പറ്റും. ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്നറിയാൻ കഴിയും? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാർ. ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് അറിയാൻ കഴിയും? കഴിയുമോ ഇല്ലേ? നിങ്ങളോടാ ചോദ്യം, നിങ്ങൾ ഇരിപ്പ് വേണ്ട. ഞാനെന്തോ നിങ്ങൾക്കൊക്കെ പള്ളിക്കുഴിയിൽ പോകാൻ സമയമായോ ഇല്ലയോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഉണ്ടോ ഇല്ലേ? ഇല്ല എന്ന അഭിപ്രായമുള്ളവരെന്ന് കൈവക്കില്ലേ? ഉണ്ടെന്ന അഭിപ്രായമുള്ളവർ കൈവക്കില്ലേ? എന്താ ഒന്നില്ലേ? രണ്ടിന്റെ ഇടയിലൊരു വിഭാഗം. എന്താ ഉണ്ടില്ലാത്ത വിഭാഗം ഇല്ല? ശരി. എങ്കിലൊരു മനുഷ്യന്റെ മരണം അടുത്തോ ഇല്ലയോ, സമയമായോ ഇല്ലയോ എന്നറിയാൻ 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എനിക്കും നിങ്ങൾക്കും പള്ളിക്കുഴിയിൽ പോകാൻ സമയമായോ എന്നറിയാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കണോ? മരണത്തിന്റെ അടയാളങ്ങൾ കേൾക്കണോ? കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈവക്ക്. അപ്പൊ അറിയാലോ. കൈ പൊക്കണ്ടടാ അനിയ. അസ്രായിൽ വീടിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കും, മോനെ റൂഹ് പിടിക്കാൻ വന്നതാ, പേടിയാണോ? അതേ അസ്രായിലെ പേടിയാ. തിരിച്ചു പോകും, തിരിച്ചു പോകോ? ഒരൊറ്റ സെക്കൻഡ് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. ടൈമിംഗ് എന്ന് പറഞ്ഞ ടൈമിങ്ങാ, ടൈമിംഗ് എന്ന് പറഞ്ഞ ടൈമിങ്ങാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് അല്ലാഹുവേ പടച്ചവനെ, ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? മഹാനായ യഅ്കൂബ് നബി അലൈഹിസ്സലാം, യഅ്കൂബ് നബി ഇസ്രായേൽ പറഞ്ഞു കൊടുത്ത അടയാളമാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്ന് വിശദീകരിച്ചു തരികയാ. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്ന ഓരോ ആണുങ്ങളും ഓരോ പെണ്ണുങ്ങളും പടച്ചവനെ ഇന്ന് വഅദ് കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലണേ. ഇന്ന് പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെന്നു. വീട് തുറന്നിട്ട് നേരെ നീ കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി നിൽക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എല്ലാവരും കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. തലയിലിട്ടിരിക്കുന്ന കർച്ചീഫ് ഒന്ന് മാറ്റണേ, തലയിലിട്ടിരിക്കുന്ന തൊപ്പിയൊന്ന് അഴിക്കണേ, തലയിലിട്ടിരിക്കുന്ന ഷാളൊന്ന് മാറ്റണേ. എന്നിട്ട് കണ്ണാടിയിലേക്ക് നിന്റെ മുഖം നല്ലതുപോലെ നോക്കണേ. ബയാലു ശൈരിക ബഅദ സവാദിഹി.
നിന്റെ തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്ങാണം ഒരു വെളുത്ത രോമം കണ്ട പോകാ സമയമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തലയിലെയും താടിയിലെയും രോമത്തെ ഒന്ന് നോക്കണം. ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തത് കണ്ടാ വാപ്പച്ചി സമയമായി, തയ്യാറെടുത്തോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളം. മുടി നരയ്ക്കുന്നത് അല്ലേ? മുടി നരച്ചു കഴിയുമ്പോ ഭാര്യ പറയും പിഴുതു കളഞ്ഞേക്ക, വെട്ടണ്ട, പിഴുതു കളയ. മറ്റു ചിലര് കളറടിക്ക, പിന്നെ ചിലര് ക്ലീൻ ഷേവാ. എന്തേ കിളവാന്ന് വിളിക്കൂലേ? ക്ലീൻ ഷേവ് ചെയ്തിട്ട് നടക്കുന്നവർ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളം. 2, ഉസ്താദേ എന്റെ മുടിയൊന്നും നരച്ചിട്ടില്ല എന്ന് സന്തോഷിക്കുന്നവനെ 2 നിത്യമായിട്ടുള്ള രോഗങ്ങൾ. നിത്യമായിട്ടുള്ള രോഗങ്ങൾ അല്ലേ? രോഗങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും BP ഇങ്ങനെ എണ്ണാനാണെങ്കിൽ എണ്ണാമ അത്രേ ഉള്ളൂ. നിത്യമായിട്ടുള്ള രോഗങ്ങൾ. രാത്രി ചോറ് കഴിക്കുന്നതിന് മുമ്പ് കുറച്ച്, ചോറ് തിന്നതിന് ശേഷം കുറച്ച്, ഇങ്ങനെ കയ്യിലിട്ടിട്ട് തിന്ന, അത് മരണത്തിന്റെ അടയാളം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. 3 പഴയതുപോലെ ഓടാനും ചാടാനും ഒന്നും വയ്യ, എല്ലായിടത്തും വേദന, ജോയിന്റുകൾക്കൊക്കെ വേദന. പള്ളിയിൽ പോയിട്ട് കസേരയിലായിരുന്നു നിസ്കരിക്കണം, സുജൂദ് ചെയ്യാൻ വയ്യ ഉസ്താദേ അല്ലേ? അള്ളാഹുവെ നെഞ്ച് വിരിച്ച് നടന്ന മനുഷ്യനാ ഇപ്പൊ ഇങ്ങനെ കുനിഞ്ഞു തുടങ്ങി, കൂനു വന്നു തുടങ്ങി, തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങി. ഇത് മരണത്തിന്റെ അടയാളമാണെന്ന് നബിഗിന റസൂലുള്ളാഹി. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, ഞാൻ എന്നും നിന്നാ വഴുതു പറയണേ, ഇന്നിരുന്ന് കാലിനൊക്കെ വല്ലാത്ത വേദന. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളിൽ 98% ആൾക്കാർക്കും ഈ പറഞ്ഞ 3 അടയാളത്തിൽ ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ട്. നന്നാകാൻ അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നന്നാകാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കും. ചില ചെറുപ്പക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചിരിക്കണം, 3 ഇല്ല ഉസ്താദ്, എനിക്ക് 3 ഇല്ല. മോനെ ചിലപ്പോ ഇത് 3 വേണ്ടടാ, ഒറ്റയടിക്ക് പൊക്കളയും. ചിലപ്പോ ഈ 3 വേണ്ട, മുടിയും നരക്കണ്ട, രോഗവും വേണ്ട, വേദനയും വേണ്ട. രാവിലെ വാപ്പാനോട് സലാം പറഞ്ഞിട്ട് ഇറങ്ങിയതാ, വെട്ടി കീറി വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കും. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക്, തറവാട്ടിലേക്ക് മടങ്ങും പോകാനുള്ള ഒരു എളുപ്പവഴി അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, മഹാനായ റളിയല്ലാഹു തആല അൻഹു ആ പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെയുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ പരലോകമുണ്ടല്ലോ, ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത പരലോകമുണ്ടല്ലോ. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പിറപ്പും കൂട്ടുകാരും കൂടെ നടന്നവരും കയ്യും കണ്ണും കാലുമല്ല നമുക്കെതിരായി സാക്ഷി പറയുന്ന ദിവസമുണ്ടല്ലോ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാസ് വാങ്ങാൻ എനിക്ക് വല്ലാത്ത മോഹമുണ്ട് നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, സ്വർഗത്തിലേക്ക് തറവാട്ടിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ഒരു എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. ഒന്ന് റബിയാ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന റബിയ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ റബിയ. തറവാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള എളുപ്പവഴിയിൽ ഒന്നാമത്തെ വഴി അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, സംസാരിച്ചാൽ കള്ളം പറയാൻ പാടില്ല. ഉസ്താദെ, കള്ളു കുടിക്കരുതെന്ന് പറയാൻ പറ്റും, വ്യഭിചരിക്കരുതെന്ന് പറയാൻ പറ്റും, പലിശ തിന്നരുതെന്ന് പറയാൻ പറയാം. പക്ഷെ കള്ളം പറയാതിരിക്കാൻ നമ്മളിൽ പലർക്കും കഴിയില്ല. ഇന്നത്തെ ദിവസം എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടാകും? ഇന്നത്തെ ദിവസം അത് ചിലര് ഫാഷനായി മാറി.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കള്ളം പറയുന്നത് നിസ്സാരമായി മാറി. അത് ചെറിയ തെറ്റല്ല, അത് ചെറിയ പാപമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാണ്. മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വാപ്പ സുജൂദിൽ കിടന്ന് കരയുന്നത് കണ്ടിട്ട് അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, വാപ്പാ എന്തിനാ ഉപ്പാ കരയുന്നത്? എന്തിനാ ഉപ്പാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഫാത്തിമ ഇന്നലെ നരകം കണ്ട മോളെ, ഇന്നലെ നരകം കണ്ട മോളെ. നരകത്തിൽ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഞാൻ കണ്ടു. അവരുടെ അവസ്ഥ എന്തെന്നറിയുമോ? അവരുടെ തല പന്നിയുടെ തല പോലെ ഇരിക്കുകയാ ഫാത്തിമ. അവരുടെ തല പന്നിയുടെ തല പോലെയാ, അവരുടെ ശരീരം കഴുതയുടെ ശരീരം പോലെയാ. അവര് നരകത്തിൽ കടന്ന് വിളിച്ചു പോകുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ആരാ വാപ്പാ, ആരാ വാപ്പാ? പന്നിയുടെ പന്നിയുടെ തലയും കഴുതയുടെ രൂപവുമുള്ള ഈ വൃത്തികെട്ടവരാരാണ്? അവർക്ക് ഈ ശിക്ഷ കിട്ടാനുള്ള കാരണം എന്താണ്? അവരെന്ത് തെറ്റേ ചെയ്തതെന്ന് ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ അത് സംസാരിച്ചാൽ കള്ളം പറയുന്നവരാണ്, അവർക്ക് കിട്ടുന്ന ശിക്ഷ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമുക്കിതൊക്കെ നിസ്സാരവാ, ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും. ഓരോ വാപ്പമാര് പടച്ചോനെ നടക്കാൻ പോലും വയ്യ, രോഗം പിടിച്ചിട്ട് വേച്ച് നടന്നു പള്ളിയിൽ പോകും, നിസ്കരിക്കാൻ കയറും. അസറിന് പള്ളിയിൽ പോയാൽ പിന്നെ ഇശ കഴിഞ്ഞേ വരത്തുള്ളൂ. അസർ നമസ്കരിക്കാൻ പള്ളിയിൽ പോയാൽ പിന്നെ ഇശ കഴിഞ്ഞേ വരത്തുള്ളൂ. പക്ഷേ ഇശ കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് നിസ്കരിച്ചതിന്റെ പ്രതിഫലം മുഴുവനും ഒന്നീ പള്ളിയിലെ ഇമാമിനായിരിക്കും, അല്ലെങ്കിൽ മുക്രിക്കായിരിക്കും, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്കായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാർക്കായിരിക്കും. ആർക്കെങ്കിലും വിഹിതം വെച്ച് കൊടുത്തിട്ടേ പള്ളിയുടെ ഗേറ്റ് ഇറങ്ങത്തുള്ളൂ. അല്ലാഹുവിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ പടി ഇറങ്ങി ഇരുന്ന് ആ നിസ്കരിച്ചതിന്റെ പ്രതിഫലം ആർക്കെങ്കിലും കൊടുക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷയത്തിലില്ല അങ്ങനെ തന്നെ ചില ആൾക്കാരുണ്ട്. ഇപ്പൊ കല്യാണം മുടക്കികളുടെ ഒക്കെ കാലമാണല്ലോ. എല്ലാം പറഞ്ഞിട്ട് പറയണ അവസാനത്തൊരു വാക്കുണ്ട്, ഒരൊറ്റ വെട്ടിന് കൊന്നേക്കാൻ തോന്നുന്നത് കേൾക്കുമ്പോ. ഇവിടെ നമ്മുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ പോയി. ഇവിടെയൊക്കെ ഈ കല്യാണം മുടക്കലൊക്കെ ഉണ്ടാവും. ഇപ്പൊ ധാരാളം ഉണ്ടില്ലേ? നല്ല കാര്യ, നല്ല കാര്യ, കുഴപ്പമൊന്നുമില്ല. നീ നല്ല കാര്യം. അള്ളാഹു ഇവർക്കൊക്കെ അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധൈര്യമായിട്ട് അങ്ങോട്ട് ദുആ ചെയ്തേക്കണം, ശത്രുവിന് വേണ്ടി ദുആ ചെയ്തേക്കണം. ഞങ്ങളുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹുവിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അടിക്കുന്ന പയ്യനാ, ഡ്രൈവറാ. അവൻ ഒരു പെണ്ണിനെ കണ്ടു, പോയി കണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ ഉമ്മയുടെ സഹോദരൻ ഈ പയ്യനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ മതി. ആദ്യം ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഒരു ബേക്കറി കണ്ടു, നേരെ അവിടെ കയറി. 5 നേരം നിസ്കരിക്കാൻ വരുന്നൊരു വാപ്പയുടെ കടയാ. ഈ മനുഷ്യൻ അവിടെ കയറിയിട്ട് ചോദിച്ചു, ഇന്ന ഒരു ചെറുപ്പക്കാരൻ ഡ്രൈവറാണ്, എന്താ അവന്റെ സ്വഭാവം എങ്ങനെയുണ്ട്? ഈ വാപ്പ പറഞ്ഞ മറുപടി, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം. കള്ളും കുടിച്ചു കഞ്ചാവടിക്കുന്ന കൂട്ടുകാരെല്ലാം കൂടെ വിളിച്ചോണ്ട് വന്ന് ഈ കടയും തല്ലിപ്പൊട്ടിച്ച് എന്നെ കടിക്കുക. എനിക്കൊന്നും അറിയില്ല, വേറെ ആരുടെങ്കിലും പോയി ചോദിക്കാൻ. ഇത് പറഞ്ഞ് അവൻ കള്ളുകുടിയൻ, അവന്റെ കൂട്ടുകാര് കഞ്ചാവടിക്കുന്നവൻ, വീട് കയറി അടിക്കുന്നവൻ. ഇത്രയും പറഞ്ഞിട്ടാ പറഞ്ഞത്, എനിക്കൊന്നും അറിയില്ല, വേറെ ആരുടെങ്കിലും പോയി ചോദിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ഇത് തന്നെ നമ്മുടെ മറുപടിയും. എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയും, വല്ലവൻ ഞാൻ പച്ചയിറച്ചി, വേറെ ആരും നമുക്കൊന്നും പറഞ്ഞില്ല എന്നൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. വാട്സപ്പിൽ ഒരു വാർത്ത വന്നു, കാള പ്രസവിച്ചു. വാട്സപ്പിൽ വന്ന് വായിക്കോ നോക്കൂല. വാർത്ത കണ്ടതും തന്റെ മൊബൈലിൽ എത്ര ഗ്രൂപ്പുണ്ടോ ആ സർവ്വ ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ അതൊന്ന് വായിച്ചു നോക്കും. കാള പ്രസവിച്ചു. അപ്പോഴാ ചിന്തിക്കണം, അല്ല കാള പ്രസവിക്കത്തില്ലല്ലോ, അതിനു മുമ്പേ മൊത്തം എത്തിക്കഴിഞ്ഞു. എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് 4 പേരോട് പറയാതെ ഒരു മനസ്സമാധാനം കിട്ടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും ഈ വിഷയത്തിൽ കണക്കാ. പള്ളിയിലെ ഖത്തീബാണെങ്കിലും നാട്ടിലെ കള്ളുകുടിയനാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ എല്ലാവരും സമന്മാരാ. ആരും വഴന്ന് പറയുന്നവനാകട്ടെ, ഇൽമ പഠിച്ചവനാകട്ടെ, എല്ലാ മനുഷ്യരും ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാ, അങ്ങനെയുള്ള വിഷയത്തിൽ തലയിടരുത്. ഉസ്താദെ, ചില ആൾക്കാർ പറയാറുണ്ട്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഓം പറയുന്നത് കേട്ടതല്ലേ. കേട്ടാലും പറഞ്ഞവനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
പച്ച ഇറച്ചി തിന്നുന്നവൻ വന്ന് അടുത്ത് നിന്നിട്ട് പള്ളിയിലെ ഇമാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ കേട്ടോണ്ട് നിന്നില്ലേ? അതും പാപമാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഒരേ ഒരായത്ത് മാത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബയിൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഇൻ ജാഅകുൻ ഫാസിഖുൻ, ഇൻ ജാഅകുൻ ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരു പാപിയുണ്ടല്ലോ, അവന് നിസ്കാര തഴമ്പുകാണ്, താടിക്ക് നീളമുള്ളവനാകാ, വഅൽ പറയുന്നവനാകാ, പടച്ചവനെ ഹജ്ജ് ചെയ്തവനാകാ, ഉംറ ചെയ്തവനാകാ, പള്ളി കെട്ടിക്കൊടുത്തവനാകാ, എപ്പോഴും കയ്യിൽ തസ്ബീഹ് പിടിച്ചുകൊണ്ട് നടക്കുന്നവളാകാ. ഇൻ ജാഅകും ഫാസിഖുൻ, അല്ലാഹുവേ